സുരേഷ് ഗോപി പറയുകയാണ്, ഞാൻ ഈ പരിപാടിയിലേക്കൊക്കെ വരുന്ന സമയത്ത് ബൂത്ത് പ്രസിഡന്റുമാരെ കാണാനില്ല, സംഘാടകരെ കാണാനില്ല, വോട്ട് ചെയ്യാൻ വേണ്ട പൗരന്മാരെ കാണാനില്ല. നിങ്ങൾ എന്ത് ജോലിയാണ് ഇവിടെ എടുക്കുന്നത്? എനിക്കിവിടെ മത്സരിക്കാൻ താല്പര്യമില്ല. ഞാൻ മടങ്ങി തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. ഞാൻ രാജീവ് ചന്ദ്രശേഖറുമായി ബന്ധപ്പെട്ടുകൊണ്ട് വർക്ക് ചെയ്യാൻ പോവുകയാണ്. 2 ദിവസം മുമ്പ് പറഞ്ഞു ഞാൻ 3-ാം സ്ഥാനത്തോ 10-ാം സ്ഥാനത്തോ വരട്ടെ എന്ന് പറഞ്ഞു. കിരീടം, സ്വർണ്ണ കിരീടം. ഒരു സ്ഥലത്ത് പ്രചരണ പരിപാടിക്ക് പോകുമ്പോൾ ആളില്ല. അപ്പൊ ബൂത്ത് പ്രസിഡന്റിന്റെയും ബൂത്തിന്റെയും ജോലി എന്താണ്? അപ്പൊ അവിടെയുള്ള ഒരു സ്ത്രീ പറയുന്നു, സാറേ ഇവിടത്തുകാർ നമ്മളെ അടുപ്പിക്കുന്നില്ല. അങ്ങനെ അടുപ്പിക്കാത്ത സ്ഥലത്തേക്ക് എന്നെ എന്തിനാ കൊണ്ടുവരുന്നത്? എന്ത് ആവശ്യത്തിനാണ്? അങ്ങനെയാണെങ്കിൽ ഞാൻ പോകും എന്നാണ് അതിന്റെ ഫുൾ ടെക്സ്റ്റ്. അതാണ് ഒരു സ്ഥാനാർത്ഥിയെ കുറിച്ച്, അവരുടെ പ്രവർത്തകരെ കുറിച്ച് അത്ര മോശമായിട്ട് പറയാൻ കഴിയുമോ? രാജ്യം ഭരിക്കുന്ന പാർട്ടിയല്ലേ. ഞാനൊരു ഭംഗി വെച്ച് പറഞ്ഞതാണ്. അപ്പം ഇങ്ങനെ ഈ 3 ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കിയാൽ സ്ഥാനാർത്ഥിക്ക് പോലും താല്പര്യമില്ലാത്ത ഒരു മണ്ഡലമാണ് തൃശ്ശൂർ. എന്ന് വെച്ചാൽ BJPയുടെ സ്ഥാനാർത്ഥിക്ക് പോലും മത്സരിക്കാൻ താല്പര്യമില്ലാത്തൊരു സ്ഥലമായി ആ സ്ഥാനാർത്ഥിയെ കണ്ടുവച്ച സാഹചര്യത്തിൽ പിന്നെ എന്ത് ത്രികോണ മത്സരമാണ് ഇവിടെ നടക്കുന്നത്? ഇതിൻ്റെ ഒരു പഴയകാല പാരമ്പര്യം നമുക്കെടുക്കാം. സുരേഷ് ഗോപിയുടെ മാത്രം. സുരേഷ് ഗോപി 2019 ഇവിടെ പാർലമെൻറ്റ് ഇലക്ഷനിൽ മത്സരിക്കാൻ വരുന്ന സമയത്ത് 7 അസംബ്ലി മണ്ഡലങ്ങളാണുള്ളത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിനകത്ത് തൃശ്ശൂർ അസംബ്ലി മണ്ഡലമാണ് ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം. അവിടെ രാജാജി മാത്യു തോമസിനെ 3-ാം സ്ഥാനത്താക്കി ശ്രീ TN പ്രതാപനെ 1-ാമത് കഴിഞ്ഞാൽ 2-ാമത് വന്ന സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന സ്ഥാനാർത്ഥി 2019. അതിനുശേഷം 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ പാർലമെൻറ്റിനകത്തെ തൃശ്ശൂർ അസംബ്ലി മണ്ഡലത്തിൽ, നേരത്തെ അദ്ദേഹം 2-ാം സ്ഥാനത്ത് വന്ന മണ്ഡലത്തിൽ അദ്ദേഹം 3-ാം സ്ഥാനക്കാരനായി. എന്ന് വെച്ചാൽ 2019 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിൽ 2 വർഷത്തെ അദ്ദേഹത്തിൻ്റെ തുടർച്ചയായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി 2-ാം സ്ഥാനത്തുണ്ടായിരുന്ന സുരേഷ് ഗോപി 3-ാം സ്ഥാനത്ത് വന്നൊരു സാഹചര്യമാണ്. പിന്നെ 2021 കടന്ന് 2024 കടക്കുമ്പോൾ സുരേഷ് ഗോപി പറയുകയാണ്, എന്തിനാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? പ്രവർത്തകർക്ക് താല്പര്യമില്ല, നാട്ടുകാർക്ക് താല്പര്യമില്ല, അങ്ങനെ ഒരു സ്ഥലത്തേക്ക് എന്തിനാണ് കൊണ്ടുവരുന്നത് എന്ന് ചോദിക്കുന്ന സുരേഷ് ഗോപി എന്ത് സ്ഥാനാർത്ഥിയാണ്? ഞങ്ങൾ അവരുമായി എന്ത് മത്സരമാണുള്ളത്? അതാണ് ഇന്നത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ശ്രീ കൃഷ്ണദാസ് ചർച്ച ചെയ്യേണ്ടത്. ഒരു താല്പര്യമില്ല സ്ഥാനാർത്ഥിയെ നിങ്ങൾ കെട്ടിയിറക്കിയതാണോ? ഇതാണോ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത്? കാൻഡിഡേറ്റിന് പോലും പിന്നെ താല്പര്യമില്ലാത്ത എന്ത് ഗ്യാരണ്ടിയാണ് നരേന്ദ്രമോദി തൃശ്ശൂരിൽ നിന്ന് പ്രഖ്യാപിച്ചത്? ഈ സുരേഷ് ഗോപിക്ക് തന്നെ ഒരു ഗ്യാരണ്ടിയും ഇല്ല എന്നുള്ളത് മാതാവിന് കൊടുത്ത കിരീടവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് സ്പഷ്ടമാണ്. ഇനി മോഡിയെയും പറ്റിച്ചോ എന്ന കാര്യം എനിക്കറിയില്ല. ഇത് സുരേഷ് ഗോപി എന്ന് പറയുമ്പോൾ BJPയുടെ അവിടുത്തെ വോട്ട് വിഹിതത്തിന്റെ കണക്കെടുത്താൽ ഓരോ തെരഞ്ഞെടുപ്പിലും അത് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ തവണ അവർ 2,91,000 വോട്ടുകൾ സമാഹരിച്ചു അവിടെ. അതിന് പല ഘടകങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം താഴേക്ക് പോകാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, അപ്പോൾ മുതൽ സുരേഷ് ഗോപി അവിടെ പ്രവർത്തിക്കുകയാണ്. നിരന്തരമായി അദ്ദേഹം ഇടപെട്ടുകൊണ്ടേയിരിക്കുകയാണ്. തൃശ്ശൂർ എടുക്കാൻ വേണ്ടി അവിടെ ആളുകൾക്കിടയിൽ പ്രവർത്തിക്കുകയാണ്. ഇത്തവണ കൂടുതൽ കോൺഫിഡൻസ് വന്നിരിക്കുന്നു. സുരേഷ് ഗോപിയെ പിന്തുണയ്ക്കാൻ കുറേ ആളുകളെ അദ്ദേഹത്തിന് അവിടെ സംഘടിപ്പിക്കാൻ കഴിയുന്നുണ്ട്. മോദി തന്നെ പല തവണ തൃശ്ശൂരിൽ വന്നു. കാരണം BJPയുടെ കേന്ദ്ര നേതൃത്വം പോലും വളരെ പ്രതീക്ഷാ നിർഭരമായി കാണുന്ന ഒരു മണ്ഡലമായി ആ മണ്ഡലം വികസിച്ചിട്ടുണ്ട്. ഇനി 10% വോട്ടിൻ്റെ ഡിഫറൻസേ ഉള്ളൂ, അത് നേടാൻ കഴിയും. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ 2 ശക്തരായ സ്ഥാനാർത്ഥികൾ അപ്പുറത്തും ഇപ്പുറത്തും വന്നാൽ ആ നിലയ്ക്ക് സ്പ്ലിറ്റായി പോകുന്ന വോട്ട് ഉപയോഗപ്പെടുത്താം എന്നൊക്കെ സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ പാർട്ടിയും കണക്കാക്കുന്നു തോന്നുന്നു. 2014 നിന്നും 2019 ഇപ്പോൾ BJPയുടെ വോട്ട് വിധം വർദ്ധിച്ചു. അന്ന് NDA മത്സരിക്കുകയാണ്. പണ്ട് NDA മത്സരിക്കുന്ന സമയത്ത് അതിനകത്തൊരു പ്രധാനപ്പെട്ട പാർട്ടി അതിനകത്തുണ്ടായിരുന്നില്ല. ഇവിടെ തൃശ്ശൂരിൽ അന്ന് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി ആരാണ്? തുഷാർ വെള്ളാപ്പള്ളിയാണ് ഇവിടെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ പ്രതാപനെ മാറ്റി K മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ അതിൻ്റെ അളവ് തൂക്കമാണ് BJPക്കാരെടുക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു കാര്യം ആലോചിക്കണം, ഇത് NDAയുടെ സീറ്റായിരുന്നു, അല്ല തുഷാർ വെള്ളാപ്പള്ളിയുടെ പാർട്ടിയുടെ സീറ്റായിരുന്നു. ആ സീറ്റിൽ നിന്നും തുഷാർ വെള്ളാപ്പള്ളിയെ വയനാട്ടിലേക്ക് കൊണ്ടുപോയി ഇവിടെ സുരേഷ് ഗോപിയെ മത്സരിപ്പിച്ച കാര്യം നമുക്ക് ഓർമ്മയുണ്ടാകണം. അതിൻ്റെ കാര്യം അത് ആ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്, ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. പക്ഷെ അന്ന് ഉണ്ടായ വോട്ട് വിഹിതത്തിൻ്റെ വർധനമെന്ന് പറയുന്നത് കേരള സംസ്ഥാനത്ത് NDAക്കകത്ത് നമ്മുടെ സംസ്ഥാനത്തെ ഒരു പ്രബല സമുദായത്തിന് സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി വന്നത് എന്നതാണ് ഞാനൊക്കെ വിശ്വസിക്കുന്നത്. അതിൻ്റെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടാകാം.